ഇന്ന് നമുക്കൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമാണ്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമെല്ലാം മാറ്റാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഞാനിന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം അടുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമെല്ലാം മാറി നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 15 കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്നട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാമും 15 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പിസ്ത 15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് പഞ്ചസാരയല്ല ചേർക്കുന്നത്, ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് കുതിർത്ത് വെക്കണം കേട്ടോ, എന്നാലാണ് നല്ല പോലെ അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഡേറ്റ്സ് ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കണം. 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് പാല് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കൊന്നും അല്ല കേട്ടോ, നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കട്ടയാക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ, എന്നാൽ നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസൊക്കെ വെച്ചിട്ട് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചോക്ലേറ്റ് സോസൊക്കെ വെച്ച് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഡ്രിങ്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാം വെച്ചിട്ടാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള നട്ട്സൊക്കെ എടുത്തുവെന്നേ ഉള്ളൂ. വാൾനട്ട്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതുപോലെ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാനൊരു ചെറി കൂടെ വെച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.